നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത എത്ര കണ്ടു പറഞ്ഞാലും മതിയാകുകയില്ല. കാരണം ജീവിതത്തിൻ്റെ ഒട്ടനവധി സാഹചര്യങ്ങളുടെ നടുവിൽ പല തിരുവെഴുത്തുകളും നാവിലെടുത്തുപയോഗിക്കുമ്പോൾ അത് ആത്മാവിൻ്റെ വാളായി പ്രശ്നത്തെ ചെന്ന് വെട്ടിമുറിക്കുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ദുഷ്ടപദ്ധതികളെ തകിടം മറിച്ച് കളയാൻ നിങ്ങളെ ഏറ്റവും സഹായിക്കുന്ന ഒരു വലിയ ദൈവിക രഹസ്യമാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തോടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവമക്കളെ, നമ്മൾ തിരുവെഴുത്തിൽ ഏറ്റവും കൂടുതലായി വായിക്കുന്ന വേദഭാഗങ്ങൾ സങ്കീർത്തനങ്ങളാണല്ലോ. കാരണം അർത്ഥം മനസ്സിലാക്കാനും നമ്മുടെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതും അതിലെ ഓരോ വചനങ്ങളായതുകൊണ്ട് എല്ലാവരും അത് തന്നെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തന ഗ്രന്ഥങ്ങളിൽ ജീവിത വിജയത്തിനു വേണ്ടി, പ്രശ്നങ്ങളെ മറികടക്കുവാൻ വേണ്ടിയും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയത് 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനങ്ങളിൽ തന്നെയാണ്. കാരണം ഈ തിരുവെഴുത്ത് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കൂ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കരുതെന്ന് മാത്രം ഒരർത്ഥം അതിനകത്ത് മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു ആന്തരികമായ ഹൃദയാർത്ഥം കൂടിയുണ്ട്. നമുക്കതറിയാമല്ലോ. ഈ തിരുവെഴുത്തിനകത്തു നിന്നും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആ ആന്തരികമായ അർത്ഥഗ്രാഹണം നിമിത്തം ഒരുപാട് ആത്മീക പോരാട്ടങ്ങളെ നേരിട്ട സമയങ്ങളിൽ ഈ വചനം ഉപയോഗിച്ച് എനിക്കതിനെ നഖശിഖാന്തം എതിർക്കാനും വിജയിക്കാനും സാധിച്ചു. ഞാനിത് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് എങ്ങനെ ഉരുവിടണമെന്നതൊന്ന് പറഞ്ഞു തരാം. ഇന്ന് എന്നെ കേൾക്കുന്ന ലോകത്തിൻ്റെ നാനാകോണുകളിലെ പ്രവചനദൂതിൻ്റെ കേൾവിക്കാർ ഇത് നിർവഹിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് നിങ്ങൾ സന്തോഷത്തോടു കൂടെ സാക്ഷികളാകണം. ആ സാക്ഷ്യങ്ങൾ നിങ്ങൾ ദയവായി കമൻറ്റുകളായി എന്നെ അറിയിക്കുകയും വേണം. പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം. ഈ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, നാം നടക്കാൻ പാടില്ല. ദുഷ്ടാലോചന പ്രകാരം നമ്മൾ നടക്കാൻ പാടില്ല. ശരി കർത്താവേ, ഞാനിനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് നടക്കാതിരിപ്പാൻ അവിടുന്ന് തന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഈ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇടപെടാൻ തുടങ്ങി. ആ വചനത്തിൻ്റെ അകത്ത് മാർമികമായി മറഞ്ഞു കടന്നൊരു വലിയ മർമ്മം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഉയർത്തി തന്നു. അതേ പിടിച്ച് കയറാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ഒരു ഭയങ്കരമായ ബ്രേക്ക് ത്രൂ ആണ് ഉണ്ടായത്. അന്ന് വരെ കാണാത്തൊരു ഡെലിവറൻസ് എൻ്റെ ലൈഫിന്മേൽ സംഭവിക്കുന്നതിന് ഞാൻ സാക്ഷിയായി. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വാക്ക് അതിനകത്ത് കയറി വരികയാണ്. ദുഷ്ടന്റെ യാതൊരു ആലോചനയും എൻ്റെ ജീവിതത്തിൽ നടക്കരുത്. ആമേൻ. ഈ വചനം പറയാൻ തുടങ്ങിയത് മുതൽ ഒരു ഭയങ്കരമായ ദൈവശക്തിയുടെ വ്യാപാരം ഞാൻ അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഒന്ന് പറഞ്ഞു നോക്കുക. സങ്കീർത്തനം 1:1 പ്രകാരം ദുഷ്ടന്റെയും ദുഷ്ട മനുഷ്യരുടെയും ഏതൊരു വ്യക്തിയുടെയും ഉള്ളിലെ ദുഷ്ട ആലോചന എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോകട്ടെ. ഈ ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ അന്തരീക്ഷ മണ്ഡലങ്ങളിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ഒരുങ്ങി വരുന്ന, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പടക്കോപ്പുകൾ ഒരുക്കുന്ന, സന്നാഹങ്ങൾ ഒരുക്കുന്ന ദുഷ്ട താവളങ്ങളിലേക്ക് ഇതൊരു ബോംബ് പോലെ ചെന്നാണ് വീഴുന്നത്. ദുഷ്ടന്റെ ആലോചന എൻ്റെ ജീവിതത്തിൽ നടക്കാതെ പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സങ്കീർത്തനം 1:1 പ്രകാരം എൻ്റെ ലൈഫിൻ്റെ മേലുള്ള സകലവിധമായ ഡിമോണിക് അജണ്ടകളും പൊളിയട്ടെ. പാതാള ഗോപുരത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും തകർന്നു പോകട്ടെ. എന്നെ നശിപ്പിക്കുവാൻ, എൻ്റെ അനുഗ്രഹങ്ങൾക്ക് എതിര് നിൽക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ കാലതാമസം സൃഷ്ടിക്കുവാൻ, എൻ്റെ വാഗ്ദത്തങ്ങളുടെ വഴിയിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാനുള്ള എല്ലാ വിധത്തിലുള്ളതായ ദുഷ്ടതന്ത്രങ്ങളും പതറിപ്പോകട്ടെ. അത് പരാജിതമാകട്ടെ. അത് നടക്കാതെ പോകട്ടെ. ദുഷ്ടന്റെ ആലോചന പോലെ നടക്കരുത്. ദുഷ്ടന്മാർ ആലോചിച്ചുണ്ടാക്കുന്നതൊന്നും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ നടക്കരുത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ നടക്കരുത്, എൻ്റെ ഫാമിലിയിൽ നടക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞിട്ട് ആരുടെയൊക്കെ ജീവിതത്തെ നോക്കി നിങ്ങൾ ആശങ്കയോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരുടെയൊക്കെ ലൈഫിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എൻ്റെ ഇന്ന ആളുടെ ലൈഫിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ
കാരണമായി നിൽക്കുന്ന ദുഷ്ടന്റെ ആലോചന തകരട്ടെ, ദുഷ്ടന്റെ പദ്ധതി പൊളിഞ്ഞു പോകട്ടെ. ഇന്ന് തന്നെ അതിനകത്ത് സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെയും ദൈവസ്നേഹത്തിന് വിധേയമാകട്ടെ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വചനം ഇങ്ങനെ അങ്ങോട്ട് ഉരുവിട്ട് നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിന്നും ദുഷ്ടതന്ത്രങ്ങളെ, പദ്ധതികളെ, നിങ്ങൾക്ക് നേരെ ഒരുങ്ങി വരുന്ന പടക്കൂട്ടങ്ങളെ നിങ്ങൾ ജയിക്കുവാൻ തക്കവിധം ഈ വചനത്തിൻ്റെ പാരായണവും വചനം ഉരുവിട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയും നിങ്ങളെ സഹായിക്കും. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഏകദേശ രൂപരേഖ മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാനിനി ഇത് അധികം വിശദീകരിച്ച് നേരം കളയേണ്ടതില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ദൗത്യത്തിലേക്ക് തന്നെ കയറാം. നിങ്ങൾ ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയതുപോലെ 7 സമയങ്ങൾ വേർതിരിച്ച് ഈ തിരുവെഴുത്തിൽ നിന്ന് ഉരുവിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചൊന്ന് കയറുക. വലിയൊരു വിടുതലാണ് നടക്കാൻ പോകുന്നത്. ഇതൊരു ഉപദേശമായി ചിലർ മനസ്സിലാക്കും, ഒരു താക്കീത് പോലെ ചിലർ ഇതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉപദേശമായാൽ നിങ്ങൾക്ക് കേവലം ഇതൊരു താക്കീതായി മാത്രം, ചെയ്യരുതെന്നുള്ളൊരു കൽപ്പനയുടെ രൂപത്തിൽ മാത്രം നിങ്ങൾ ഈ വചനത്തെ കാണുകയാണെങ്കിൽ അതിനതീതമായി കാണാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ദുഷ്ടന്റെ ആലോചന എൻ്റെ ഭവനത്തിൽ നടക്കാതെ പോകട്ടെ എന്ന് ശഠിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അവൻ എടുത്തുയർത്തുന്നത് ഈ തിരുവെഴുത്താകയാൽ ഇന്ന് പകൽ സ്വർഗം അതിന് ആമേൻ പറയും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ സന്തോഷത്തോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാകോണുകളിൽ ഈ തിരുവെഴുത്തിൻ്റെ മഹാശക്തിയെ ആവോളം ആസ്വദിച്ച് കർത്താവിൽ ലഹരി കണ്ടെത്തി ദൈവവചനത്തിൽ ആഹ്ലാദചിത്തരായി ഓരോ ദിവസവും തമ്പുരാൻ നൽകുന്ന ഉപദേശത്തിൽ ജീവിതം മുന്നോട്ടേക്ക് നീക്കുന്ന അങ്ങയുടെ പൊന്നു മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത പുതിയൊരു സന്തോഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓപ്പണായി വരട്ടെ. സമൃദ്ധി ഇവർക്കുണ്ടാകട്ടെ. അസാധാരണമായ വിജയങ്ങൾ ഇന്ന് ഈ വചനം ഉരുവിടുമ്പോൾ ഇവരുടെ മേൽ നടക്കട്ടെ. ദുഷ്ടതന്ത്രങ്ങളെ വേരോടെ വെട്ടിക്കളയുന്ന ചുണയുള്ള ദൈവത്തിന്റെ പ്രിയ പുത്രന്മാർ ഇന്ന് പകൽ ലോകത്തിന്റെ നാനാകോണുകളിൽ അധികാരസ്ഥരായി എഴുന്നേൽക്കട്ടെ. കർത്താവെ, ഈ കാര്യത്താൽ ഞാൻ ഇവനെ തകർക്കുമെന്നും ഇന്ന പദ്ധതികൾ കൊണ്ട് മുടിച്ചു കളയുമെന്നുമുള്ളതായ രൂപരേഖകളുമായി ഇവരുടെ നേരെ അടുത്തു വരുന്ന സകല തെറ്റിദ്ധാരണയുടെ ചിന്തകളും അഴുക്ക് പദ്ധതികളുമായി വരുന്ന സകല മനുഷ്യരും ഇന്ന് ഈ വചനത്തിന്റെ ഉരുവിടൽ നിമിത്തം, ഈ തിരുവെഴുത്ത് ഉരുവിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന നിമിത്തം അത് ഇവരുടെ 7 അയലത്ത് പോലും അടുക്കാതെ പല വഴിയിലേക്ക് അത് ചിതറിപ്പോകട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, വലിയ ദൈവകൃപ വ്യാപരിക്കുന്നു. അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ വിടുതലിന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്രട്ടാണിത്. ദുഷ്ടതന്ത്രങ്ങളെ പൊളിച്ചു കളയാൻ, നിങ്ങൾക്ക് നേരെ പടക്കോപ്പൊരുക്കുന്ന സാത്താന്യ താവളത്തിൽ ആയുധവർഷം നടത്താൻ ദൈവം നിങ്ങൾക്ക് ഇന്ന് രാവിലെ അനുമതി തരുന്നു. ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവൻ ആരായാലും എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അവിടെ സ്വർഗം ചലിച്ചിരിക്കും. എവിടെ നിങ്ങൾ ഉന്നം വെച്ച് പ്രാർത്ഥിച്ചാലും അവിടെ നിങ്ങൾക്ക് നേരെ ഉടലെടുക്കുന്ന ദുഷ്ടതന്ത്രങ്ങൾ താളടിയായി പോകും. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വിശുദ്ധ ആരാധന കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള MK ടവറിൽ വെച്ച് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ വിശുദ്ധ ആരാധന നടക്കുന്നു. ഇന്ന് കഴിഞ്ഞ 6 ദിവസങ്ങളായി നടന്നിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ ബൈബിൾ സ്കൂളിൻ്റെ സമാപന ദിവസവും മനോഹരമായ റാലിയുമൊക്കെയാണ്. വന്നു ചേരാൻ സാധിക്കുന്നവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഒരു ദിവസമാണെങ്കിലും കുഴപ്പമില്ല, വരിക. 1 മിനിറ്റ് അവരുടെ ഹൃദയം കർത്താവിലേക്ക് തുറക്കപ്പെട്ടാൽ അത് നേട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കൈത്താങ്ങലിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.